നാട്ടിരിക്കാൻ ഒറ്റനോട്ടത്തിൽ അബുദാബിയിലേക്ക് ലഹരി കടത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു. ചേരാനല്ലൂർ മാതിരപ്പള്ളി അമലാണ് അറസ്റ്റിലായത്. 31 പ്രതി ഹെറോയിൻ മയക്കുമരുന്നുമായി പശ്ചിമ ബംഗാൾ സ്വദേശി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായി. സർക്കാർ ആനുകൂല്യങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് യഥാസമയം ലഭിക്കുന്നില്ലെന്ന് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. ആലുവ റെയിൽവേ സ്റ്റേഷൻ വികസനം ചുവപ്പുനാടയിൽ കുരുങ്ങി 40 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയിട്ട് മാസങ്ങളായി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. അബുദാബിയിലേക്ക് പോയ പിഴല സ്വദേശിയായ യുവാവിന്റെ പക്കൽ പുസ്തകമെന്ന വ്യാജേന ലഹരി പദാർത്ഥം കൊടുത്തുവിട്ട ചേരാനല്ലൂർ ഇടയേക്കുന്ന മാതിരപ്പള്ളി അമലിനെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു. ചെറിയ കുറ്റത്തിന് അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ ഗുരുതരമായ കുറ്റകൃത്യത്തിന്റെ പേരിൽ വീണ്ടും അറസ്റ്റ് ചെയ്യാമെന്ന ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തതെന്ന് ആലുവ CI B ഹരികുമാർ പറഞ്ഞു. അമലിന് ലഹരി വസ്തുക്കൾ കൈമാറിയ ആലങ്ങാട് പാനായിക്കുളം തയ്യങ്ങാട് മുഹമ്മദ് സാദ്, ഗോവയിൽ നിന്ന് ലഹരി പദാർത്ഥം സംഘടിപ്പിച്ച ആലുവ തോട്ടുമുഖം തോപ്പിൽ അൻസാദ് എന്നിവരെ കോടതിയിൽ വീണ്ടും ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിലെ പ്രധാന പ്രതിയായ സാരംഗിന്റെ യാത്രാരേഖകൾ പോലീസ് പരിശോധിച്ചു വരുന്നു. 31 പ്രതി ഹെറോയിൻ മയക്കുമരുന്നുമായി പശ്ചിമ ബംഗാൾ സ്വദേശി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായി. വളയൻചിറങ്ങര റബ്ബർ പാർക്കിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന മുർഷിദാബാദ് സ്വദേശി മർഷാദുൽ മൊല്ലയെയാണ് സ്ക്വാഡ് ഇൻസ്പെക്ടർ TG കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. നിർമ്മാണ തൊഴിലാളി എന്ന വ്യാജേന അന്യസംസ്ഥാനക്കാർക്കിടയിൽ തങ്ങുന്ന പ്രതി അന്യസംസ്ഥാനക്കാർക്കും പരിചയക്കാരായ മലയാളികൾക്കുമാണ് ഹെറോയിൻ വിൽപ്പന നടത്തിയിരുന്നത്. മുർഷിദാബാദിൽ നിന്ന് ട്രെയിൻ മാർഗം കേരളത്തിലെത്തിക്കുന്ന ഹെറോയിൻ ഒരു പൊതിക്ക് 5000 രൂപ മുതൽ 10000 രൂപ വരെ വിലയ്ക്കാണ് വിറ്റിരുന്നത്. രഹസ്യ വിവരത്തെ തുടർന്ന് ഒരാഴ്ചയിലേറെ നിരീക്ഷണം നടത്തിയ ശേഷമാണ് പ്രതി വലയിലായത്. പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് അന്യസംസ്ഥാനക്കാർ കൂടുതലുള്ള മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കിയതായും എക്സൈസ് അറിയിച്ചു. പ്രിവന്റീവ് ഓഫീസർമാരായ VA ജബ്ബാർ, CT സുനീഷ് കുമാർ, CK സ്റ്റീഫൻ, PU ഋഷികേശൻ, VS ഷൈജു, ശ്യാം മോഹൻ എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു. പ്രതിയെ പെരുമ്പാവൂർ കോടതി റിമാൻഡ് ചെയ്തു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ യഥാസമയം താഴേക്ക് ലഭിക്കുന്നില്ലെന്നത് വസ്തുതയാണെന്ന് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് അഭിപ്രായപ്പെട്ടു. ഫെഡറേഷൻ ഓഫ് SC/ST 10ാം വാർഷിക സമ്മേളനം ആലുവയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സമൂഹത്തിലെ കഷ്ടപ്പാടും വേദനയും അനുഭവിക്കുന്ന മുഴുവൻ ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഇന്ന് പട്ടികജാതി പട്ടികവർഗക്കാർ അവര് അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ, അവരഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളും ഇന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെയും ഇന്ത്യ ഗവൺമെന്റിന്റെയും ഒക്കെ പ്രകടനമായിട്ടുണ്ട്. അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കുന്നതിന് പട്ടികജാതി പട്ടികവർഗം സംഘടിതമായി മുന്നേറണം. SC/ST വിഭാഗം നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം സർക്കാരിന്റെ പരിഗണനയിലാണ്. സർക്കാരുകൾ മാറി മാറി ഭരിക്കുമ്പോഴും SC/ST വിഭാഗത്തിന്റെ ക്ഷേമത്തിന് മുൻഗണന നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്രവും കേരളവുമെല്ലാം ഒരേ അഭിപ്രായക്കാരാണ്. പട്ടികജാതി പട്ടികവർഗത്തിന് ദോഷകരമായി ബാധിക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടായാൽ ഇതിനെതിരായ പോരാട്ടത്തിന് സംഘടനാ നേതൃത്വവുമാണ് മുന്നോട്ടിറങ്ങേണ്ടത്. സാധാരണ അംഗങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനാവില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രംഗനാഥ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കരുതെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് PC അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി V കമലൻ മാസ്റ്റർ, ലൈജു P ഗോപാൽ, KK രഘുത്തമൻ, PK ബാഹുലയൻ, A ശശിധരൻ, TM വേലായുധൻ, KV പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. ആലുവ റെയിൽവേ സ്റ്റേഷൻ വികസനം ചുവപ്പുനാടയിൽ കുരുങ്ങി. 40 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയിട്ട് മാസങ്ങളായെങ്കിലും തിരുവനന്തപുരം ഡിവിഷൻ ഓഫീസിൽ നിന്നും ഫയൽ അനങ്ങിയിട്ടില്ല. ആലുവ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് പടിഞ്ഞാറൻ കവാടം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നിലവിലുള്ള ഗുഡ് ഷെഡ് പൊളിച്ചു മാറ്റിയാലേ അത് സാധ്യമാകൂ. എന്നാൽ ചരക്ക് കൂലി ഇനത്തിൽ റെയിൽവേക്ക് കിട്ടുന്ന വൻ വരുമാനവും 100 കണക്കിന് തൊഴിലാളികളെ ജോലിയും കണക്കിലെടുത്താണ് അധികൃതർ അതിന് തയ്യാറാവാത്തത്. എന്നാൽ ടിക്കറ്റ് കൗണ്ടർ മാത്രം നിർമ്മിച്ചാൽ ഗുഡ് ഷെഡ് മാറ്റേണ്ടി വരില്ല. പടിഞ്ഞാറ് വശത്തായി കാടുകയറി കിടക്കുന്ന റെയിൽവേയുടെ സ്ഥലം വാഹന പാർക്കിങ്ങിനും ഉപയോഗിക്കാം. തെക്കേ മേൽപ്പാലത്തിൽ നിന്നും 1ഉം 2ഉം പ്ലാറ്റ്ഫോമുകളിലേക്ക് ഗോവണികൾ നിർമ്മിക്കുവാനും പടിഞ്ഞാറ് വശത്ത് തത്സമയ കൗണ്ടർ തുറക്കാനുമായുള്ള നിർദ്ദേശമാണ് പദ്ധതി റിപ്പോർട്ടായി സമർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ വടക്കുവശത്ത് മാത്രമേ മേൽപ്പാലമുള്ളൂ. തെക്കുവശത്ത് മേൽപ്പാലം നിർമ്മിച്ച് 2 പ്ലാറ്റ്ഫോമിലേക്കും ഗോവണി വെച്ചാൽ ട്രെയിൻ ഇറങ്ങുന്നവർക്ക് KSRTC സ്റ്റാൻഡിലേക്ക് എളുപ്പവഴി കടക്കാനാകും. പ്രതിദിനം 20,000 പരം യാത്രക്കാരുള്ള സ്റ്റേഷനാണ് ആലുവ. 3 തത്സമയ കൗണ്ടറുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്.
തിരക്ക് കൂടുമ്പോൾ താൽക്കാലിക കൗണ്ടറും തുറക്കാറുണ്ട്. പടിഞ്ഞാറ് വശത്ത് ടിക്കറ്റ് കൗണ്ടർ വന്നാൽ റെയിൽവേ സ്റ്റേഷന്റെ കിഴക്ക് വശത്തും പാലസ് റോഡിലും അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് പകുതിയിലേറെ കുറയും. അങ്കമാലി, പറവൂർ, കാലടി ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ബാങ്ക് ജംഗ്ഷൻ തിരിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലെത്താം. ഫെഡറൽ ഭവന നിർമ്മാണ സഹകരണ സംഘത്തിന്റെ 5ാമത് സംരംഭമായ ഫെഡറൽ ഗ്രീൻസിന്റെ ശിലാസ്ഥാപനം ഫെഡറൽ ബാങ്ക് മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ ശ്യാം ശ്രീനിവാസൻ നിർവഹിച്ചു. Making this building as green as possible using nature, protecting nature and trying to make this an example for a green building. In fact, in my other role in CII, we have a project which is specifically done for many cities in the south, is to try to create green buildings. So I'd be very happy if Federal Green chooses to be in the green building category and probably the first of its nature. So it would be a wonderful decision. If you're not planning it, please consider it. ഫെഡറൽ ഭവന നിർമ്മാണ സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി വി മാത്യു അധ്യക്ഷത വഹിച്ചു. നിർമ്മാണോദ്ഘാടനം കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ബാബു നിർവഹിച്ചു. FDOA ജനറൽ സെക്രട്ടറി പോൾ മുണ്ടാടൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം PA ഷാജഹാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെറീന സിദ്ദിഖ്, കരുമാലൂർ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത നാസർ, വാർഡ് മെമ്പർമാരായ സൂസൻ വർഗീസ്, മണി മോഹൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമ ഷംസുദ്ദീൻ, ഫെഡറൽ ഗ്രീൻസ് പ്രോജക്ട് കൺവീനർ ഗോപാലകൃഷ്ണൻ കുഞ്ഞി, ജോയിന്റ് കൺവീനർ ബിനു സാംബാബു എന്നിവർ പങ്കെടുത്തു. ആലുവ UC കോളേജിന് സമീപം മറിയപ്പടിയിലാണ് 120 ഫ്ളാറ്റുകളുള്ള 2 ടവർ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ആലുവ അമ്പാട്ടുകാവ് സഹൃദയ സംഗീത കാരുണ്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ആത്മഹത്യാ പ്രവണത അണുകുടുംബങ്ങളിൽ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ആലുവ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ B ഹരികുമാർ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസമുള്ള, സാമ്പത്തികമായി ഉയർന്ന തലത്തിലുള്ള നമ്മുടെ സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആത്മഹത്യകൾ സംഭവിക്കുന്നത്? വളരെ നന്നായി ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. മലയാളികൾക്കിടയിൽ ആത്മഹത്യാ പ്രവണതയും നിരക്കും വർദ്ധിച്ചു വരുന്നത് ആശങ്കയുണ്ടാക്കുകയാണ്. ഒരു നിമിഷത്തെ മാനസിക സമ്മർദ്ദമോ ജീവിതം വഴിമുട്ടിയെന്നോ തോന്നലോ ആണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. തന്റെ ദുഃഖം മറ്റുള്ളവരോട് തുറന്നു പറയാതെ ഉള്ളിലൊതുക്കുന്നതാണ് കൂടുതലും ആത്മഹത്യാ ചിന്തയിലേക്ക് തിരിയാൻ കാരണമെന്ന് CI പറഞ്ഞു. പണ്ടത്തെ പോലുള്ള കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഒറ്റയ്ക്ക് ജീവിക്കുന്നവരിലാണ് ആത്മഹത്യാ പ്രവണത കൂടുതൽ കാണുന്നതെന്നും CI അഭിപ്രായപ്പെട്ടു. കൗമാരക്കാരിലും ഈ യുവത്തിനിരയായി കൊണ്ടിരിക്കുന്നവർ വർദ്ധിച്ചു വരികയാണ്. ആനുകാലിക പ്രസക്തിയുള്ള ഈ വിഷയത്തെ ആസ്പദമാക്കി സഹൃദയ സംഗീത കാരുണ്യവേദി ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് ഏറെ പ്രയോജനകരമാണെന്നും CI കൂട്ടിച്ചേർത്തു. കുട്ടികൾക്കുള്ള ഡിക്ഷണറി വിതരണത്തിന്റെ ഉദ്ഘാടനവും CI B ഹരികുമാർ നിർവഹിച്ചു. കാരുണ്യവേദി പ്രസിഡന്റ് വിശ്വനാഥ കുറുപ്പ് ചടങ്ങിൽ CI B ഹരികുമാറിന് ഉപകാരം നൽകി ആദരിച്ചു. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വെൽഫെയർ ഓഫീസർ ഡോക്ടർ വിദ്യേശ്വരി പ്രമോദ്, കൊച്ചിൻ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ സേഫ്റ്റി ഓഫീസർ CJ രാമചന്ദ്രൻ പിള്ള എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കാരുണ്യവേദി ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് വിശ്വനാഥ കുറുപ്പ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി അശോക് കുമാർ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ട്രെയിനർ KA അഫ്സൽ, ട്രഷറർ VK ബാസി എന്നിവർ പങ്കെടുത്തു. റൂറൽ ജില്ലയിൽ പോലീസുകാരുടെ ക്ഷാമം മൂലം ക്രമസമാധാന പാലനം പ്രതിസന്ധിയിൽ. 4 പതിറ്റാണ്ട് മുമ്പുള്ള പോലീസ് അംഗബലം കാലഘട്ടത്തിനനുസരിച്ച് പുതുക്കാത്തത് കുറ്റാന്വേഷണ രംഗത്തും തിരിച്ചടിയാവുന്നു. റൂറൽ ജില്ലയിൽ 3000 പോലീസുകാരെങ്കിലും വേണ്ടെടുത്ത 1600 പേരെ ഇപ്പോഴുള്ളൂ. അതിൽ 25% പേർ ലീവിലുമാണ്. കുറ്റാന്വേഷണ രംഗത്ത് നവീന രീതികൾ സ്വീകരിക്കുമ്പോൾ ആവശ്യത്തിന് അംഗബലമില്ലാത്തത് തിരിച്ചടിയാകുന്നു. ഓപ്പറേഷൻ കുബേര അത്തരത്തിൽ ഒന്നാണ്. ബ്ലേഡ് മാഫിയകളെ റെയ്ഡ് നടത്താൻ പോലും പല സ്റ്റേഷനുകളിലും പോലീസ് ഇല്ലാത്ത അവസ്ഥയാണ്. മൂവാറ്റുപുഴയിലും ആലുവയിലും ആവശ്യമായതിന്റെ പകുതി പോലും പോലീസില്ല. മുമ്പ് രജിസ്റ്റർ ചെയ്യാറുള്ളതിന്റെ 10 ഇരട്ടിയിലധികം കേസുകൾ ഇപ്പോൾ പെരുകിയിരിക്കുന്നു. എന്നാൽ അന്നത്തെ അംഗബലത്തിലും കുറവാണ് ഇപ്പോഴുള്ളതെന്ന് മാത്രം. ആൾക്ഷാമം മൂലം അധിക ജോലി ചെയ്യേണ്ടി വരുന്ന SI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥതയും ആത്മവീര്യവും കുറയുന്നുണ്ട്. അതുപോലെ രാഷ്ട്രീയ പകപോക്കലും അനാവശ്യ രാഷ്ട്രീയ ഇടപെടലും കൊണ്ട് ശിക്ഷയ്ക്ക് വിധേയരാകേണ്ടി വരുന്നതും ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ കുറ്റാന്വേഷണങ്ങളിലുള്ള കാര്യക്ഷമതയും കേസെടുക്കുന്നതിനുള്ള താല്പര്യക്കുറവും ഈ ആത്മാർത്ഥക്കുറവിന്റെ ഭാഗമാകുന്നു. ആൾക്ഷാമം മൂലം കലാപങ്ങളും അപകടങ്ങളും നടക്കുന്നിടത്ത് യഥാസമയം എത്തുവാനോ രാത്രികാല പെട്രോളിങ്ങിനോ സാധിക്കുന്നില്ല. മഴക്കാലത്ത് മോഷണങ്ങൾ വർദ്ധിക്കുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ആവശ്യത്തിന് പോലീസ് സ്റ്റേഷനും ഇല്ലാത്തതിനാൽ നൈറ്റ് പെട്രോളിംഗ് നാമമാത്രമാക്കേണ്ടി വരുന്നു. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളുടെ
കടന്നുകയറ്റമുള്ള ഇവിടെ ലഹരിമരുന്നിന്റെയും കള്ളനോട്ടിലെയും കേസുകൾ വ്യാപകമാണ്. കൊലപാതക കേസുകൾ മുതൽ ആരാധനാലയങ്ങളിലെ മോഷണ കേസുകൾ വരെ പോലീസ് ക്ഷാമം മൂലം സ്തംഭിച്ചിരിക്കുകയാണ്. ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് കടൽ മീനുകളുടെ ലഭ്യത കുറവായതോടെ പുഴ മീനുകൾക്കും ഉണക്കമീനുകൾക്കും ആവശ്യക്കാർ കൂടുന്നു. ഉൾനാടൻ മത്സ്യങ്ങൾക്ക് ഏറെ പ്രശസ്തമായ മാർക്കറ്റാണ് വരാപ്പുഴയിലേത്. കടമക്കുടി, മൂലമ്പള്ളി, പിഴല, ദേവസ്വം പാടം, പുതുശ്ശേരി, കോട്ടുവള്ളി, ചാത്തനാട് തുടങ്ങിയ മേഖലകളിൽ നിന്നുമാണ് ഇവിടേക്ക് പുഴ മത്സ്യങ്ങൾ എത്തുന്നത്. കരിമീൻ, പിലോപ്പി, തിരുത, കണമ്പ, കണവ, കൊഴുവ, ചെമ്മീൻ, കട്ല, കോലാൻ, പൂളാൻ, ചെമ്പല്ലി, നങ്ക് തുടങ്ങിയ വിവിധങ്ങളായ മത്സ്യങ്ങൾ ഇവിടെ സുലഭമാണ്. ഇതിനു പുറമെ കുട്ടവഞ്ചിയിൽ മത്സ്യബന്ധനം നടത്തുന്നവരും ഇപ്പോൾ വരാപ്പുഴ മാർക്കറ്റിലാണ് വിപണനം നടത്തുന്നത്. ഇക്കുറി ട്രോളിംഗ് ആരംഭിച്ചതോടെ ഉണക്കമീൻ വിപണനം തകൃതിയായി നടക്കുന്നുണ്ട്. സുലഭമായി മത്സ്യം ലഭിക്കുന്ന സമയത്ത് ഉണക്കി സൂക്ഷിക്കുന്ന മത്സ്യങ്ങൾക്ക് ഇപ്പോൾ ആവശ്യക്കാർ ഏറെയാണ്. ഒട്ടുമിക്ക മത്സ്യങ്ങളും ഉണങ്ങിയത് നിലവിൽ ലഭ്യമാണ്. വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചാൽ ദിവസങ്ങളോളം ഉപയോഗിക്കാമെന്നതിനാലാണ് പലരും ഉണക്കമീനിലേക്ക് തിരിയുന്നത്. പുത്തൻവേലിക്കര IHRD കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കിയ നടപടി MG യൂണിവേഴ്സിറ്റി പിൻവലിച്ചു. യൂണിവേഴ്സിറ്റി തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് VD സതീശൻ അപേക്ഷ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് അഫിലിയേഷൻ റദ്ദാക്കിയ നടപടി പിൻവലിച്ചത്. കോളേജ് താൽക്കാലികമായി എളന്തിക്കരയിലേക്ക് മാറ്റുന്നതിന്റെ ഉടമ്പടിയായി 2 നിലകളിലായുള്ള കെട്ടിടത്തിൽ കോളേജ് പ്രവർത്തിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കും. ജ്ഞാനവർദ്ധിനി സഭയുടെ സ്ഥലത്ത് പുതിയ കോളേജ് മന്ദിരം നിർമ്മിക്കുന്നതിന് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി അംഗീകരിക്കുകയായിരുന്നു. നാട്ടുവിശേഷം ഒറ്റനോട്ടത്തിൽ അബുദാബിയിലേക്ക് ലഹരി കടത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു. ചേരാനല്ലൂർ മാതിരപ്പള്ളി അമലാണ് അറസ്റ്റിലായത്. 31 പ്രതി ഹെറോയിൻ മയക്കുമരുന്നുമായി പശ്ചിമ ബംഗാൾ സ്വദേശി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായി. സർക്കാർ ആനുകൂല്യങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് യഥാസമയം ലഭിക്കുന്നില്ലെന്ന് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ. ആലുവ റെയിൽവേ സ്റ്റേഷൻ വികസനം ചുവപ്പുനാടയിൽ കുരുങ്ങി 40 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയിട്ട് മാസങ്ങളായി.